അപ്പോൾ ലീഗൽ ക്ലിയറൻസ് എന്താണ്? ലീഗൽ ക്ലിയറൻസ് പറഞ്ഞാൽ അതിൻ്റെ ആധാരങ്ങൾ, അടിയാധാരങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാവരുടെയും ക്ലിയറൻസ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബാങ്ക് ലോൺ, ഹൗസിംഗ് ലോണിന് കിട്ടുമ്പോൾ അതിന് എന്തൊക്കെ പാർട്ടാണ് ഉണ്ടാവുക. മെയിൻലി നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ ഷോർട്സുമായിട്ട് കണക്ട് ചെയ്ത് വന്നാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. എന്നാലും മെയിൻലി രണ്ട് പാർട്ടാണ്. ഒന്ന്, റീപേയ്മെന്റ് കപ്പാസിറ്റി ഓഫ് ദ ക്ലയന്റ്. ആ അപ്ലൈ ചെയ്യുന്ന ആളുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി അത് എന്തിലിരിക്കും? ആ ക്ലയന്റിന്റെയോ ആ കുടുംബത്തിന്റെയോ വരുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കും. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ ക്ലിയറൻസ്, ആ സ്ഥലത്തിന്റെയും അതിന്റെ ആധാരത്തിന്റെയും ക്ലിയറൻസ്. ക്ലിയർ ആയോ? ഇനി ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അവരുടെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഇൻകം. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് അതിൻ്റെ സ്ഥലം. ഒന്ന് ലീഗൽ ക്ലിയറൻസ്, രണ്ട് ടെക്നിക്കൽ ക്ലിയറൻസ്. അപ്പൊ ലീഗൽ ക്ലിയറൻസ് എന്താണ്? ലീഗൽ ക്ലിയറൻസ് പറഞ്ഞാൽ അതിന്റെ ആധാരങ്ങൾ, അടിയാധാരങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാവരുടെയും ക്ലിയറൻസ്. അതെന്താണ് ഈ ലീഗൽ ക്ലിയറൻസ്? LSR, ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ശേഷം ഡിസ്കസ് ചെയ്യാം അതിന്റെ പാർട്ടിൽ. എന്നാലും ഒന്നിച്ച് മനസ്സിലാക്കിയാൽ ഒന്ന് ലീഗൽ ക്ലിയറൻസും രണ്ട് ടെക്നിക്കൽ ക്ലിയറൻസും. ഇത് രണ്ടും കൂടിയതാണ് ഒരു സ്ഥലത്തിന്റെ ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് ആവുക എന്ന് പറയുന്നത്. ആ സ്ഥലവും സ്ഥലത്തിന്റെ ഡോക്യുമെന്റും ക്ലിയർ ആവുക എന്ന് പറയുന്നത്. ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്. ആദ്യം ക്ലയന്റിന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റി. ഒന്ന്, അത് ക്ലയന്റ് റീപേ ചെയ്യോ ലോൺ അടയ്ക്കോ എന്ന് ബാങ്കിന് അറിയാൻ. രണ്ട്, വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി അത് ലീഗലും ടെക്നിക്കലി ക്ലിയർ ആണോ. ഈ പാർട്ട് രണ്ടും ക്ലിയർ ആയാലാണ് ബാങ്കിന് നമുക്ക് ലോൺ തരാൻ. എലിജിബിലിറ്റി ഉള്ള ആൾക്ക് ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോസിൽ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് അറൌണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.